നമസ്കാരം. കമ്മീഷണർ സിനിമയിലെ സുരേഷ് ഗോപി ഇതുവരെ അഭ്രപാളികളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയ മട്ടില്ല. ഇതിനിടയിൽ അദ്ദേഹം തൃശ്ശൂർ മത്സരിച്ചു, പരാജയപ്പെട്ടു. തൃശ്ശൂർ നിയമസഭയിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. പിന്നീട് തൃശ്ശൂർ ഇങ്ങെടുത്തു, കേന്ദ്രമന്ത്രിയുമായി. പക്ഷെ ഇതൊന്നും തന്നെ നാവിൻ തുമ്പത്ത് വിളങ്ങുന്ന സരസ്വതി കടാക്ഷത്തിന് യാതൊരു മങ്ങലും ഏൽപ്പിച്ചില്ല. പക്ഷെ ചിലപ്പോഴത് വികട സരസ്വതിയായി പോകുന്നോ എന്ന ഒരു ആക്ഷേപം ചിലരൊക്കെ ആരോപണത്തിന്റെ രൂപത്തിൽ ഉന്നയിക്കുന്നു. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അത് ഉന്നത കുലജാതരായ ആളുകൾ വേണം പിന്നാക്ക വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് ദളിത് ആദിവാസി മന്ത്രാലയത്തിന്റെ മന്ത്രി കസേരയിൽ ഉണ്ടാകേണ്ടത് എന്നൊരാഗ്രഹം അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു വെച്ചു. ഈ ആഗ്രഹം എന്ത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് ചോദിച്ചാൽ അതൊരു വിശാല അർത്ഥത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം മുൻപൊരാഗ്രഹം പറഞ്ഞു, അടുത്ത ജന്മമുണ്ടെങ്കിൽ ഭഗവാനെ ഞാനൊരു പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിച്ചു വീഴണമേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുള്ള, ശുദ്ധഗതിക്കാരനായ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളത് ബ്രാഹ്മണ്യം എന്ന ഒരു നന്മ, കുറച്ച് പഠനം, കുറച്ച് ധ്യാനം, കുറച്ച് മൂല്യങ്ങൾ, ബ്രാഹ്മണൻ നൽകുന്ന ധിഷണാപരമായ മികവ്, ഇതൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഈ സാമൂഹ്യ പരിഷ്കരണമൊക്കെ ബ്രാഹ്മണരാണ് നയിച്ചത് എന്ന അദ്ദേഹത്തിന്റെ ഒരു ചിന്തയും അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പിന്നിലുണ്ടാവാം. ഒരു മന്ത്രിയല്ല അന്ന് ആഗ്രഹിച്ചത്. പക്ഷെ മന്ത്രി ആയതിനു ശേഷം പറയുന്ന വാക്കുകളൊക്കെ ഹരിച്ച് ഗുണിച്ച് കുറച്ച് കൂട്ടി ഒക്കെ എടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് സുരേഷ് ഗോപിക്ക് അറിയാത്ത കാര്യവുമല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ഇത് പിന്നാക്ക വിഭാഗങ്ങളും മുന്നാക്ക വിഭാഗങ്ങളും എന്ന ഒരു പരിപ്രേക്ഷ്യം കൊണ്ടുവരേണ്ട കാര്യമില്ല. മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അർഹിക്കുന്ന പോർട്ട്ഫോളിയോ, അർഹിക്കുന്ന ആളിന് ഹോഴ്സസ് ഫോർ കോഴ്സസ്, ഒരു ജാതിയുടെ അടിസ്ഥാനം, നമ്മൾ ഭരണഘടന പ്രവർത്തിക്കുന്നത് ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. തുല്യനീതി, മെറിറ്റ് ബേസ്ഡ് ഡെമോക്രസി, അർഹത അനുസരിച്ചുള്ള ഒരു ജനാധിപത്യ ക്രമത്തിൽ പാർട്ടികൾ മന്ത്രിസ്ഥാനങ്ങൾ വീതിക്കുമ്പോൾ ഒരുപക്ഷെ ജാതിയും മതവും ഒക്കെ പരിഗണനാ വിഷയമാവുകയാണെങ്കിലും തീർച്ചയായും ഒരു ഹരിജനക്ഷേമ വകുപ്പിന്റെ അല്ലെങ്കിൽ ട്രൈബൽ വെൽഫെയർ ചുമതലയുള്ള മന്ത്രി മുന്നാക്ക സമുദായക്കാരനായിരിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത് എന്ന് സുരേഷ് ഗോപിക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരും അത് ചോദിച്ചിട്ട് കാര്യവുമില്ല. അദ്ദേഹത്തിന് അത് വിശദീകരിക്കാൻ ആവില്ല. അത് പറഞ്ഞ കോണ്ടെക്സ്റ്റ് മാത്രമാണ്, ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റാണ്. ഒരു തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ്, പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് അല്ല, ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഒരുപക്ഷെ മാവോ സേതൂങ് കൾച്ചറൽ റെവല്യൂഷൻ, സാംസ്കാരിക വിപ്ലവ കാലത്ത് ചൈനയിൽ പറഞ്ഞതുപോലെ ഒരു കാര്യമാണ്. ഒരു സാംസ്കാരികമായി വിവിധ തലങ്ങളിൽ നിൽക്കുന്ന, വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകൾ പരസ്പരം ആ ജോലികളൊന്ന് വെച്ച് മാറിയാൽ നന്നായിരിക്കും. ഇതരന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കും മനസ്സിലാകുമല്ലോ. കർഷകൻ കോളേജ് പ്രൊഫസർ ആവുകയും, കോളേജ് പ്രൊഫസർ എഞ്ചിനീയർ ആവുകയും, എഞ്ചിനീയർ ഡോക്ടർ ആവുകയും, ഡോക്ടർ കൃഷിക്ക് പോവുകയും, കൃഷിപ്പണിക്കാരായ ആളുകൾ മരപ്പണി ചെയ്യുകയും, മരപ്പണിക്കാരൻ തിരിച്ചു വന്ന് കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിശാലമായ വിതരണാത്മകമായ ഒരു പ്രക്രിയയിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുന്നതിന് വേണ്ടി ഒരു ഫങ്ഷണൽ ഒരു അനാർക്കി സൃഷ്ടിച്ച് പിന്നീട് അനാർക്കിയിൽ നിന്നും, ഒരു അരാജകാവസ്ഥയിൽ നിന്നും ഒരു ഓർഡർ, പുതിയൊരു ഓർഡർ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഓർഡർ സൃഷ്ടിക്കാം എന്ന നല്ല ഉദ്ദേശത്തിലായിരിക്കാം അത് പറഞ്ഞത്. പക്ഷെ ആ ഉദ്ദേശമൊന്നും, സുരേഷ് ഗോപിയുടെ ഉദ്ദേശമൊന്നും മനസ്സിലാകത്തക്ക രീതിയിലുള്ള വളർച്ച കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക, സാംസ്കാരിക മനസ്സിലുണ്ടായിട്ടില്ല എന്നതും ഇവിടെ പ്രത്യേകമായി ചേർത്ത് വായിക്കണം. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്ന് ഓർക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വിടുവ പറയുന്നവരെയാണോ നമ്മൾ കേന്ദ്രമന്ത്രിസഭയിൽ സഹിക്കേണ്ടത് എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല, സുരേഷ് ഗോപിയുടെ കാര്യം കൊണ്ട് തീർന്നില്ല. സാമാന്യം ശാന്തനാണ്, താരതമ്യേന ശാന്തനാണ്. ഏറ്റവും അർഹതപ്പെട്ട മന്ത്രിസ്ഥാനത്തിന് ഏറ്റവും അർഹതപ്പെട്ട ആളാണ്. BJP-യിൽ വലിയ കോലാഹലമില്ലാതെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് ആകസ്മികമായി വളരെ സർപ്രൈസിംഗ് ആയി എത്തിപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ മന്ത്രി പറഞ്ഞത് ഇതിനേക്കാൾ വളരെ സ്ഫോടനാത്മകമായ ഒരു കാര്യമാണ്. കേരളത്തിന് പിന്നാക്കാവസ്ഥയുണ്ട് എങ്കിൽ കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കും. നമ്മളിവിടെ മുന്നാക്കാവസ്ഥയാണെന്ന് പറഞ്ഞു നടക്കുകയും എന്നാൽ കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ
നമ്മുടെ പിന്നാക്കാവസ്ഥയൊന്ന് സമ്മതിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? ഇതാണ് ജോർജ് കുര്യൻ ബഡ്ജറ്റ് അവതരണത്തിൽ കേരളത്തിന് കാര്യമായി ഒന്നും ലഭിച്ചില്ല. കേരളം ചോദിച്ചത് വലിയൊരു തുകയാണ്. 24,000 കോടി രൂപയാണ് കേരളത്തിന്റെ ഒരു സ്പെഷ്യൽ കേരള പാക്കേജ് എന്ന രൂപത്തിൽ ചോദിച്ചത്. വയനാട് പുനരധിവാസത്തിന് 2 കോടി രൂപയാണ് വേണ്ടത്. 2 കോടി രൂപയും കൂടി കേന്ദ്രത്തിൽ നിന്നും കിട്ടിയാൽ നല്ലത്. അതുപോലെ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ വിഴിഞ്ഞം പാക്കേജ് എന്ന നിലയിൽ ഒരു 5,000 കോടി രൂപ റബ്ബർ താങ്ങുവിലയ്ക്ക് വേണ്ടി, അതുപോലെ മറ്റു പല സബ്സിഡികൾക്കും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള മൊത്തം തുകയായി കരുതപ്പെടുന്നതും, പിന്നീട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് കൊണ്ട് GDP-യുടെ ഒരു 3.5% കൺസിസ്റ്റന്റ് ആയി നിബന്ധനകളില്ലാതെ കടമെടുപ്പിന് ഉള്ള അനുവാദം വേണമെന്ന് പറയുമ്പോൾ അത് കേന്ദ്രം അംഗീകരിക്കുന്നില്ല. അപ്പൊ കടമെടുക്കാൻ കഴിയാത്ത കേരളം ശ്വാസം മുട്ടുകയാണ്, ഞെരുങ്ങുകയാണ് സാമ്പത്തികമായി. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഉള്ളൊരു മോചനം എന്ന നിലയിൽ 55 ലക്ഷം കോടിയുടെ കേന്ദ്ര ബജറ്റിൽ ഒരു ചെറിയ തുകയാണ് ചോദിക്കുന്നത്. അപ്പം അത് ചോദിക്കുന്നത് വലിയ കൂടുതലാണോ എന്നതാണ് ചോദ്യം. 24,000 കോടി രൂപ മാത്രമാണ് കേരളം ചോദിക്കുന്നത്. പക്ഷേ യാതൊന്നും ലഭിച്ചില്ല ഉറപ്പിന്റെ രൂപത്തിൽ. കേന്ദ്രം പറയുന്നത് ഇൻകം ടാക്സ് സ്ലാബുകൾ ക്രമീകരിച്ചു. 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ട, അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുന്നത് കേരളത്തിലെ മധ്യവർഗത്തിനാണ് എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നതല്ലാതെ കേരളത്തിന് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെയില്ല. ബീഹാറിന് വാരിക്കോരി നൽകി, ആന്ധ്രാപ്രദേശിന് പതിവ് പോലെ വാരിക്കോരി നൽകി. കാരണം ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും പിന്തുണയിലാണല്ലോ കേന്ദ്ര ഭരണകൂടം നിലനിൽക്കുന്നത്. കേരളത്തിലെ ഒരു എം പി അല്ലാതെ മറ്റാരും തന്നെ കേന്ദ്രത്തിന് പിന്തുണയ്ക്കാനില്ലല്ലോ ലോക്സഭയിൽ എന്നതും പ്രസ്താവയോഗ്യമാണ്. അങ്ങനെയെങ്കിൽ ജോർജ് കുര്യൻ പറയേണ്ടതാണോ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാനും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹം മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. കേരളം ആർജിച്ച ഒരു വലിപ്പം, ഒരു ഗരിമ, അത് കേവലം സാമ്പത്തികമായ GDP കണക്കിൽ അല്ല, അത് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കണക്കിൽ ലഭിച്ച ഒരു മുൻതൂക്കമല്ല. മറിച്ച് നമ്മുടെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, പൊതു വിതരണ രംഗം, വിപണന രംഗം എന്ന് വേണ്ട കേരളത്തിന്റെ സമസ്ത ഇൻഫ്രാസ്ട്രക്ചർ, ഈ സമസ്ത മേഖലകളിലും കേരളം ആർജിച്ച വലിയ ഒരു മേന്മ, അതാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. ആ കേരള മോഡലിനോട് തുലനം ചെയ്യാൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. അപ്പൊ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വേറിട്ട് നിൽക്കുന്ന പ്രത്യേക ഒരു പദവി തന്നെ ലഭിക്കാൻ അർഹതയുള്ള ഒരു സംസ്ഥാനമാണ്. അതൊരു യൂറോപ്യൻ നിലവാരത്തിലേക്ക് പല മേഖലകളും കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. അതേസമയം ഒരുപാട് അടിസ്ഥാന സൗകര്യ പോരായ്മകളുണ്ട്, അതൊന്നും വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് കേരളം പിന്നാക്കമാണ് എന്നങ്ങോട്ട് സമ്മതിച്ചു കൊടുത്ത് കുമ്പിളുമായി അല്ലെങ്കിൽ തൊഴുകയുമായി കേന്ദ്രത്തിന് മുന്നിൽ നിന്നാൽ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് കനിയാം എന്നത് കൃത്യമായി പറഞ്ഞാൽ മാടമ്പിത്തരമാണ്, ധിക്കാരമാണ്, അഹങ്കാരമാണ്. അങ്ങനെയല്ല. ഒരു ദാനം കൊടുക്കുമ്പോൾ, ഒരു കേരളത്തിന് ഒരു പാക്കേജ് അനുവദിക്കുമ്പോൾ അത് കേരളത്തിന്റെ ഫെഡറൽ ആവശ്യമാണ്, ഫെഡറൽ റൈറ്റ് ആണ്. ഒരു ബഹുല സമൂഹത്തിൽ, പ്ലൂറൽ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് ഫെഡറൽ ക്രമമുള്ള രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഉണ്ടാകണം, ഫിസ്ക്കൽ നീഡ്സ് ഉണ്ട്. അത് ഒരു വിതരണാത്മകമായ പ്രക്രിയയിലൂടെ നിറവേറ്റപ്പെടണം. അത് ആവശ്യമാണ്. അത് ഔദാര്യമല്ല, അവകാശമാണ്. കേരളത്തിന്റെ അർഹതപ്പെട്ട വിഹിതമാണ് ചോദിക്കുന്നത്. തറവാട്ടിൽ ഇളമുറക്കാരൻ വിഹിതം ചോദിക്കുന്നത് പോലെയാണ് അർഹതപ്പെട്ട വിഹിതമാണ് ചോദിക്കുന്നത്. അതും ആവശ്യമുള്ള സമയത്താണ് ചോദിക്കുന്നത്. അത് നൽകാൻ കഴിയുന്നില്ല, അത് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ എന്നെ ഒന്ന് കുമ്പിട്ടാൽ, ഒന്ന് കുനിഞ്ഞു നിന്നാൽ, ഒന്ന് തൊഴുതു നിന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ മ്ലേച്ഛരാണ്, അല്ലെങ്കിൽ മോശമാണ്, പിന്നാക്കമാണ് എന്നൊന്ന് സമ്മതിച്ച് തന്നാൽ ഞങ്ങൾ തരാം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾ കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമ്പോൾ ജോർജ് കുര്യനെ പോലെ വളരെ ശാന്തനായ ഒരാൾ, ഒരിക്കലും റാഷ് സ്റ്റേറ്റ്മെന്റ്സ് നടത്താത്ത ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്നും അത് വന്നത് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റാണ്. എനിക്ക് അദ്ദേഹത്തോടൊരു പ്രത്യേകമായ അദ്ദേഹം മനഃപൂർവ്വമായി ഇത് പറഞ്ഞതാണ് എന്നൊരു ചിന്ത എനിക്കില്ല. കേരളത്തെ അവഹേളിക്കാനായി മനഃപൂർവ്വമായി ശ്രീ ജോർജ് കുര്യൻ ഇത് പറഞ്ഞു എന്ന ചിന്ത എനിക്കില്ല. എന്നെ കേൾക്കുന്നവർക്കും പലർക്കും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ആയിപ്പോയി. അതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത് അത് ആ കോണ്ടെക്സ്റ്റ് അല്ല എന്ന് വിശദീകരിച്ച് അത് പൂർണ്ണമായി ആ സംശയങ്ങൾ, കേരളത്തിന്റെ ആത്മാവിനേറ്റ ഒരു മുറിവാണ്, നമ്മുടെ അഭിമാനത്തിനേറ്റ ഒരു മുറിവാണ്. നമ്മൾ ആർക്കാണെങ്കിലും ഒരു തുക ചാരിറ്റിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദാനമായി, അതുമല്ല എങ്കിൽ അവർ അർഹതപ്പെട്ടതായി കൊടുക്കുമ്പോൾ
അദ്ദേഹത്തെ കൊണ്ട് ഇക്ഷ എണ്ണാറ വരപ്പിച്ചതിന് ശേഷം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കൊടുത്തതിൻ്റെ ഇഫക്റ്റ് പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യും. അത് പാടില്ല. അതുകൊണ്ടാണ് രണ്ടു മന്ത്രിമാർ, അവർ കേരളത്തിൻ്റെ സമ്പത്താണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. സുരേഷ് ഗോപിയിൽ നിന്നും ജോർജ് കുര്യനിൽ നിന്നും ഏറെ പ്രതീക്ഷിച്ചു കേരളം. കാര്യമായി ഒന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കിട്ടിയത് രണ്ട് രീതിയിലുള്ള ഇൻസൾട്ടും കൂടിയാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. തിരുത്താനുള്ള സമയമായി. ഈ രണ്ടുപേരും തീർച്ചയായും നാളുകളിൽ കേരളത്തിന് ആവശ്യമുള്ളവരാണ്. കേരളത്തിന്റെ സ്വരം കേന്ദ്രത്തിൽ മുഴങ്ങി കേൾക്കാൻ ഈ രണ്ടുപേരെയും കേരളത്തിന് ആവശ്യമുണ്ട്. അവർക്ക് കേരള ജനതയും ആവശ്യമുണ്ട്. പരസ്പര പൂരകങ്ങളായി അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു.